ഹരി ഓം. ദശകം 26, ശ്ലോകം 7. ആർത്തിവ്യക്തപ്രാക്തനജ്ഞാനഭക്തി ശൂണ്ടോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സ്വാന്വഗാദീത് പരാത്മൻ. പദച്ഛേദം നോക്കാം. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാന ഭക്തി. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശൂണ്ടാ ഉത്ക്ഷിപ്തൈ. ശൂണ്ടാ ഉത്ക്ഷിപ്തൈ. അപ്പം ശൂണ്ട അത് ഒരുമിച്ച് വരുമ്പോഴാണ് ശൂണ്ടോത്ക്ഷിപ്തൈ എന്ന് പറയുന്നത്. ആ ഉ ആണ് ശൂണ്ടോ എന്ന് വരുന്നത്. ശൂണ്ടാ ഉത്ക്ഷിപ്തൈ എന്നുള്ള ഉ മാറിയിട്ട് ശൂണ്ടോക്ഷിപ്തൈ എന്ന് വരും. പുണ്ടരീകൈ സമർച്ചൻ. ശൂണ്ടോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവ അഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം. പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്ര ശ്രേഷ്ഠം സഹ അന്വഗാദീത് പരാത്മൻ. സ്തോത്രശ്രേഷ്ഠം സ്വാന്വഗാദി. സ്വാന്വഗാദീതാണ് അവിടെ പ്രശ്ലേഷ ചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്. സ്വാന്വഗാദീത് പരാത്മൻ. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശൂണ്ടോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സ്വാന്വഗാദീത് പരാത്മൻ. ശ്ലോകം 7 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 6 പറഞ്ഞു, ആ ഗജേന്ദ്രന് ആ മുതല പിടിപെടാത്തത് കാരണം വേദന സഹിക്കാൻ വയ്യാതെ ആ മുതലയ്ക്ക് കീഴടങ്ങും എന്നുള്ള നില എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു. അങ്ങനെ അത്രയും പ്രയാസപ്പെട്ടിരിക്കുകയാണ് ആ ഗജേന്ദ്രൻ. അപ്പം ഭഗവാൻ അത്രയും പരീക്ഷിക്കുകയാണ് ആ ഗജേന്ദ്രനെ. 7-ാം ശ്ലോകത്തിൽ എന്താണ്? ഹേ പരമാത്മൻ ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി സഹ. ഹേ പരമാത്മാവായ അല്ലയോ ഗുരുവായൂരപ്പ, പീഡ വർദ്ധിച്ചപ്പോൾ വ്യക്തമായി ആ പൂർവജന്മത്തിലെ ജ്ഞാനഭക്തികളോടുകൂടിയ ആനരാജാവ് എന്ന് പറയുന്ന ആരാണ്? ആ ഇന്ദ്രദ്യുമ്നൻ. നേരത്തെ ഇന്ദ്രദ്യുമ്നനായിട്ടുള്ള രാജാവായിരുന്നല്ലോ ഇപ്പം ആനരാജാവായിട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ഹേ പരമാത്മൻ ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി സഹ. ഹേ പരമാത്മാവായ അല്ലയോ ഗുരുവായൂരപ്പ, വേദനയെല്ലാം വർദ്ധിച്ചപ്പോഴേക്കും വ്യക്തമായ ആ പൂർവജന്മത്തിലെ ജ്ഞാനഭക്തികളോട് കൂടിയ ആനരാജാവ്. പണ്ട് ഇന്ദ്രദ്യുമ്നനായിരുന്നു, ഇപ്പോഴത്തെ ആനരാജാവ്. ശുണ്ടോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ. ശുണ്ടോക്ഷിപ്തൈ ആ തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ച്, താമരപ്പൊയ്യാണല്ലോ, ഒരു താമരപ്പൂ പറിച്ചിട്ട് മേലോട്ടെറിഞ്ഞ് ഭഗവാനെ അർച്ചിച്ചു. അപ്പം അവസാനം ഒരു നിവൃത്തിയില്ല, വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതായിപ്പോൾ, ഇനി ഒന്നും ചെയ്യാൻ വയ്യാന്ന് അറിഞ്ഞപ്പോഴത്തേനും ആ ആന എത്തിപ്പിടിച്ചു, തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ചൊരു താമരപ്പൂ പറിച്ചിട്ട് തുമ്പി ഇങ്ങനെ പൊക്കി മേലോട്ടെറിഞ്ഞ് ഭഗവാനെ അർച്ചിച്ചു. നാരായണ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അർച്ചിക്കുകയായിരുന്നു. പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം അന്വഗാദീത്. പൂർവാഭ്യസ്തം. അപ്പോൾ അങ്ങനെ അർച്ചിച്ചുകൊണ്ട് പൂർവാഭ്യസ്തം മുൻ ജന്മത്തിൽ അഭ്യസിച്ചിരുന്ന നിർഗുണ ബ്രഹ്മ പ്രതിപാദകമായിട്ടുള്ള ആ ഉത്തമ സ്തോത്രം ചൊല്ലി ഭഗവാനെ ആരാധിച്ചു. അതാണ് പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം അന്വഗാദീത്. ഈ ഗജേന്ദ്രൻ ചെയ്ത സ്തോത്രം, ഗജേന്ദ്ര സ്തോത്രം ഭാഗവതത്തിൽ നല്ലോണം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, അഷ്ടമസ്കന്ധത്തിൽ. അപ്പോൾ അങ്ങനെ മുതലയുടെ ആക്രമണത്താലുള്ള ആ പീഡ സഹിക്കാൻ വയ്യാതായപ്പോൾ ആ പീഡ നിമിത്തം വ്യക്തമായിട്ട് ആ ഭവിച്ച കഴിഞ്ഞ ജന്മത്തിലെ ആ പാണ്ഡ്യരാജാവായിരുന്ന ജന്മത്തിലെ ജ്ഞാനത്തോടും ഭക്തിയോടും കൂടി ആ ഗജേന്ദ്രൻ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂക്കളെ
ഒരു വിധത്തിലിങ്ങനെ പറിച്ചെടുത്തു, പറിച്ചെടുത്തിട്ട് അർച്ചിച്ചുകൊണ്ട് മുൻജന്മത്തിൽ അഭ്യസിച്ച ശ്രേഷ്ഠങ്ങളായ ഭഗവത് സ്തോത്രങ്ങളെ ഗാനം ചെയ്തുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ആർത്തിവ്യക്ത ജ്ഞാനഭക്തി ശൂണ്ടോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സ്വാന്വഗാദീത് പരാത്മൻ.